മത്സ്യ വിൽപ്പനക്കാരനെ മത്സ്യലേലക്കാരൻ മർദ്ദിച്ചു. തളിത്തറ സ്വദേശി സലിമിനാണ് മർദ്ദനമേറ്റത്. കേടായ മത്സ്യം മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് മത്സ്യ വ്യാപാരി ഏകോപന സമിതി, ഫിഷ് ആൻഡ് അസോസിയേഷൻ എന്നിവർ ഹാർബറിൽ പ്രതിഷേധിച്ചു. എന്റെ സലീമാണ്. ഞങ്ങളുടെ കുന്തത്താഴ മാർക്കറ്റിലാണ് കച്ചവടം. ഇന്ന് മൈലാപ്പൂർ കുരിശില 2 വേറെ ചില കച്ചവടങ്ങളാണ്. പിന്നെ മാമാക്ക് വേണ്ടി ഞാൻ മീൻ എടുക്കാൻ വരുന്നത് മാമാക്ക് മീൻ കച്ചവടമാണ്. എന്നെ വണ്ടി ഓടി മീൻ കച്ചവടം മീൻ എടുക്കുകയും ചെയ്യുന്നു. എന്നിപ്പോൾ എൻ്റെ കൂടെ മാമ ഉണ്ടായിരുന്നു. മാമ മീൻ എടുക്കാൻ വേണ്ടി നീന്താരയിൽ വന്നു. നീന്താരിൽ വന്ന് ചോളത്തിൻ്റെ തുകൽ, അതായത് കുട്ടിച്ചൂരയ്ക്ക് ചെറിയ ചൂര അതെടുത്തു. എടുത്ത് 110 രൂപ എടുത്താണ്. എടുത്ത് തൂക്കി കൊട്ടലേക്ക് തട്ടിയപ്പം ശരീരത്തിലേക്ക് നമ്മൾ തട്ടുണ്ട്. തട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന മോശം ചൂരയാണ്. അതായത് പഴം കൊണ്ടിരിക്കുന്ന ഉടഞ്ഞ ചൂരയാണ് അടിയിൽ. അത് സ്ഥിരം പരിപാടിയാണ്. അത് നമ്മൾ 2500 രൂപ വില പറഞ്ഞത് 110 കുറച്ച് ചില്ലറ കൊണ്ടതായിരുന്നു. 2500 രൂപയാണ് പറഞ്ഞത്. 2500 100 രൂപ വേണം കുറച്ചിട്ട് ഈ മീൻ മാറ്റി തന്നു. മീൻ മാറ്റി തന്നെ പൈസ കുറച്ചുണ്ട്. അപ്പോൾ കുറച്ച് മീൻ കൂടുതലുണ്ട്. മോശം കൂടുതലായിട്ടുണ്ട്. 5-6 മാറ്റി കൊടുക്കും. അപ്പം ലേലക്കാരൻ നല്ല എടുത്തിട്ട് പോകാൻ പറഞ്ഞ് ചൂടാവും. ദേഷ്യപ്പെട്ട് എന്നിട്ട് അയാളെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മൊത്തത്തിൽ പിടിച്ചിട്ട് അയാളെ കണക്കുള്ള പൈസ എണ്ണി എടുത്തിട്ട് വേണേ എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ വേണ്ട മീൻ വേണ്ട, ഞങ്ങൾക്ക് മീൻ വേണ്ട, നിങ്ങൾ ആശീർവാദം, ഞങ്ങൾക്ക് മീൻ വേണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ തളിത്തല പേരയേറ്റുചേരിയിൽ പള്ളിശ്ശേരി പുത്തൻവീട്ടിൽ 42-കാരനായ സലിമിനാണ് മർദ്ദനമേറ്റത്. ചെറുകിട മത്സ്യവിൽപ്പനക്കാരനായ സലിം കഴിഞ്ഞ ദിവസം പുലർച്ചെ നീണ്ടകര ഹാർബറിൽ മത്സ്യം വാങ്ങാനായെത്തി. ഈ സമയം മത്സ്യലേലക്കാരനായ ജോസഫ് എന്നയാൾ മദ്യലഹരിയിൽ അസഭ്യം പറഞ്ഞു ഉപദ്രവിക്കുകയായിരുന്നു. 2500 രൂപയ്ക്ക് ഒരു കുട്ട മത്സ്യം വാങ്ങിയതിൽ കേടായ മത്സ്യം മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമെന്ന് സലിം പറഞ്ഞു. പോയി ലേലത്തിനുണ്ട്. അപ്പോൾ തോളോട്ട് തിരിച്ചാണ്. അപ്പം ഇല്ല ഉപ്പേരി സ്ഥാനം വില വിളിക്കും. അപ്പോൾ മേലെ കാണാൻ നല്ല മീനായിരിക്കും. നമ്മൾ അത് കണ്ടാൽ ഇംഗ്ലീഷിലെടുത്ത് ശേഷമാണ് നമ്മൾ വില പറഞ്ഞു. അത് വില പറഞ്ഞു 2500 വില പറഞ്ഞു. ആ മീനെടുത്ത് അപ്പോൾ ലോൺ കയറാൻ കൊട്ടയിലേക്ക് മാറ്റി പറയാൻ അറിയിച്ചു. അതിന് മോശമായി അതൊക്കെ നമ്മൾ പറഞ്ഞു മാറ്റി ഈ മാറ്റത്തപ്പം കൊണ്ട് പറഞ്ഞിട്ട് വരില്ല. വേറെ മറ്റെടുക്കണം. മറ്റെടുത്താൽ മാറ്റാൻ പറ്റില്ല. മോശമായ രീതിയിൽ ചീത്ത പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെ ഈ പൈസ പിടിച്ചു വാങ്ങിയാൽ 2500 രൂപ എടുത്തിട്ട് ബാക്കി പൈസ എഴുതുന്നു പോകാം എന്ന് പറഞ്ഞു. അസുഖം പറയാം. കാരണം മോശമായ കേട്ടാകുന്ന അസുഖങ്ങളാണ്. മത്സ്യം മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. പോക്കറ്റിൽ നിന്നും ബലമായി പണം പിടിച്ചു വാങ്ങുകയും ചെയ്തു. തുടർന്ന് മർദ്ദിക്കുകയായിരുന്നെന്ന് ഇദ്ദേഹം പറഞ്ഞു. ജോസഫ് എന്ന് വിളിക്കുന്ന ലേലക്കാരനാണ്. ജോസഫ് തന്നെ അറിയപ്പെടുന്നു ലേലക്കാരൻ. ഞാൻ ഞങ്ങൾക്ക് മീൻ വേണം, നിങ്ങൾ തിരിച്ച് മീൻ തിരിച്ചെടുക്കാം. അപ്പോൾ അയാൾ മോനാകുന്നു നേരെ വന്ന് ചൂടാൻ നിങ്ങൾക്ക് വേണമെടുത്താൽ ഇവിടെ എന്തൊക്കെ പറ്റുന്നത് പെടാൻ പറ്റും. അങ്ങനെ മീൻ വേണ്ട, നീ അതെങ്ങനെ ഇത് പിടിച്ചു പറയാം, നീ എന്നോട് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ വില പിടിച്ചാണെന്ന് എന്നെ ഈ കണ്ണൻ്റെ ഭാഗത്ത് പിടിച്ചു ഇടി കൊണ്ട്. അത് കഴിഞ്ഞാൽ നെഞ്ചത്ത് ചവിട്ടി ഇത്ര വേദനയുണ്ട്. ഇടി കൊണ്ടുപോയി കണ്ണൊക്കെ പോയി. കുറച്ച് നേരത്തെ 3 സെക്കൻഡ് ഞാൻ നിർത്തി വീഴുമ്പോൾ എൻ്റെ മോൻ